നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഇന്ദ്രൻ കുഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കില്ല വല്യമ്പുരാനെ. കേശവൻ അയാളെ നോക്കി ചോദിച്ചു. അയാളുടെ ചുണ്ടുകളൊന്ന് പുച്ഛത്താൽ കൂടി. എന്തിന്? അവന്റെ അമ്മയെ കൊന്നതിന് കപ്പം പറ്റാനോ? അയാൾ ചോദിച്ചു. കേശവന്റെ കണ്ണുകളൊന്ന് മിഴിഞ്ഞു. വല്യമ്പുരാനെ? അയാൾ വിശ്വാസം വരാതെ അയാളെ വിളിച്ചു. അതേടോ കേശവ, എന്റെ കൈ കൊണ്ട് ആ മിണ്ടാപ്രാണി ഒടുങ്ങിയത് കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തല്ല, പക്ഷേ കയ്യിന്ന് പോയി. അയാൾ അന്നത്തെ ആ ഓർമ്മകളിലൂടെ മനസ്സിനെ ചിരടർത്തി വിട്ടുകൊണ്ട് കേശവനോട് പറഞ്ഞതും കേശവൻ നായർ കേട്ടത് വിശ്വസിക്കാനാവാതെ ഇപ്പോഴും അയാളെ മിഴിച്ചു നോക്കി നിൽക്കുകയാണ്. അവൾക്ക് പുറകെ എന്റെ മോനും പോകുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ കൊല്ലത്തില്ലായിരുന്നടോ. സ്വന്തം മകന്റെ വിയോഗത്തെ ഓർക്കെ അയാളുടെ പിതൃ മനസ്സൊന്ന് പിടഞ്ഞു. അവളില്ലായ്മയിൽ എന്റെ കുഞ്ഞ് അതിജീവിക്കില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളുടെ ജീവനെടുക്കില്ലായിരുന്നു. അയാൾ പറഞ്ഞു. ഇതെല്ലാം കേട്ടുന്ന കേശവന് പക്ഷേ അതൊരു രാക്ഷസന്റെ കുറ്റസമ്മതമായിട്ടാണ് തോന്നിയത്. അയാൾ തനിക്ക് നിൽക്കുന്ന ശിവശങ്കരൻ തന്നെ കണ്ണിച്ചിമാ മറന്നുകൊണ്ട് നോക്കി നിന്നു. അയാൾ ഒരു ദുഷ്ടനാണെന്ന് അറിയാമായിരുന്നെങ്കിലും ഒരിക്കലും സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെ വകവരുത്താൻ മാത്രം അയാളിലെ ദുഷ്ടത വളർന്ന് പന്തലിച്ചു എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ എത്ര പേരെ അയാൾ കൊന്നൊടുക്കിയിട്ടുണ്ടാവും. അതോർക്കെ അയാളൊന്നും അറിയാതെ ഉമിനീരിറക്കിപ്പോയി. ഇത്ര നാളും പറയാത്ത എല്ലാം തന്നോടിപ്പോ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് താനിപ്പോ ഓർക്കുന്നുണ്ടാവുമല്ലേ? ശിവശങ്കരൻ തമ്പി അയാൾക്ക് നേരെ ഊന്നുവടി ഉറപ്പിച്ച് തിരിഞ്ഞുകൊണ്ട് ചിരിയോടെ ചോദിച്ചു. അയാളുടെ ആ ഭാവത്തിൽ കേശവനുള്ളൊന്ന് വിറച്ചുപോയി. തനിക്കിനി വിശ്രമനാളാ കേശവ. ഇനിയുള്ള കാലം അത്രയും ചുറ്റിന് നടക്കുന്നൊന്നറിയാതെ തനിക്ക് സുഖമായിട്ട് വിശ്രമിക്കാടോ. അതിനുള്ള സമയമായി വരണോ? അയാൾ കേശവൻ നോക്കി ചെറിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ തിരിഞ്ഞടന്നു. അയാൾ പറഞ്ഞിട്ട് പോയ കാര്യോർക്കെ കേശവൻ നായിട്ട് ഉള്ള ശക്തിയിലൊന്ന് വിറച്ചു. നട്ടിലിൽ നിന്നൊരു പെരുപ്പ് നെറുന്തലയിലേക്ക് തുളഞ്ഞേറിയത് അയാൾ വ്യക്തമായിട്ട് അറിഞ്ഞു. ആ പറഞ്ഞു പോയതിന് അർത്ഥം എന്താണ്? തന്റെ മരണം ഉറപ്പായി എന്നാണോ? അയാൾക്കുള്ള ഭയത്താൽ വരിഞ്ഞു മുറുക്കപ്പെട്ടു. ഇരുട്ട് വിഴുങ്ങിയ ഒരു ആരണ്യത്തിന് നടുവിൽ താൻ ഒറ്റക്കകപ്പെട്ടു പോയ പോലെ അയാൾക്കുള്ള ഭയത്താൽ കിടുകിടുത്തു. രാവിലെ അവളെ വഴക്ക് പറഞ്ഞിറങ്ങിപ്പോയവൻ പിന്നെ തിരികെ വന്ന രാത്രിയിലാണ്. കാർ പോർച്ചിൽ പാർക്ക് ചെയ്തുകൊണ്ട് അവൻ ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങി. സമയം 10 കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര വൈകണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും അടുത്ത് എന്തെങ്കിലും പ്രശ്നവും പൊക്കി പിടിച്ച് ആരെങ്കിലും പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ അതിന് പുറകെ ആയിരിക്കും അടുത്ത ഓട്ടം. അവനോർത്തുകൊണ്ട് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. രാവിലെ തനിക്ക് മുമ്പിൽ നിന്ന് വിങ്ങിക്കരഞ്ഞവളെ ഓർക്കെ അവന്റെ ഉള്ള അവളെ ഒന്ന് കാണാൻ തുടിക്കുന്നുണ്ട്. അതേസമയം അവളോട് പറഞ്ഞ വാക്കുകൾ ഓർക്കും തോറും അവനുള്ളിൽ അവളെ അഭിമുഖീകരിക്കാൻ ചെറുതല്ലാത്ത രീതിയിൽ സങ്കോചം നിറയുന്നുണ്ട്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ ആകാംക്ഷയോടെ മുന്നിലേക്ക് നോക്കി. വാതിൽ തുറന്നു മൈലമ്മയേക്കാണ് അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അമ്മാവക്ക് ഉടമ്പ് ശരിയില്ലേ? ചെറിയ പനി. ഒറ്റക്കായിട്ട് പോവാൻ തോന്നിയില്ല. തമ്പുരാൻകുട്ടി ഇവിടെ ഇല്ലാത്തതല്ലേ, അതാ കുഞ്ഞു വന്നിട്ട് പോവാന്ന് കരുതിയത്. അവരവനോട് പറഞ്ഞു. അവൻ ധൃതിയിൽ മുകളിലേക്ക് നടക്കാനാഞ്ഞു. എന്നാ ഞാനങ്ങോട്ട് പോവാ ചെറിയമ്പ്ര. അവരവനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാനാഞ്ഞതും അവരതിലും തടഞ്ഞുകൊണ്ട് അവന്റെ ശബ്ദം ഉയർന്നു. നിക്ക്. അത് കേൾക്കെ അവരവനെ നോക്കി. ഇന്നിപ്പോ സമയത്രിയായില്ലേ, ഈ രാത്രി ഇനി പോകണ്ട, ഇന്നിവിടെ കൂടാം. അവൻ അവരോട് പറഞ്ഞുകൊണ്ട് തിരികെ പടികൾ കയറിയതും അവർ മുന്നിലെ വാതിലടച്ച് താഴെയുള്ള ഒരു മുറിയിലേക്ക് നടന്നിരുന്നു. ഇന്ദ്രൻ മുറിയുടെ അകത്തേക്ക് ചെന്നും കണ്ടു കിടക്കയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ തട്ടി ഉറക്കിക്കൊണ്ട് കുഞ്ഞി കിടക്കുന്ന വശം ചെരിഞ്ഞ് കിടക്കുന്നവളെ. പുറകിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ പുറകിലേക്ക് നോക്കിയതും കാണുന്നത് വാതിലടച്ച് കുറ്റിയിടുന്നവനെയാണ്. അവനെ കണ്ടതും അവൾക്കുള്ളിൽ രാവിലെ നടന്ന അത്രയും ഒന്നുകൂടെ മിഴിവോടെ തെളിഞ്ഞു വന്നു. ആ ഓർമ്മകൾ അവൾക്കുള്ളിലും കണ്ണുകളിലും വീണ്ടും നോവ് പടർത്തി തുടങ്ങിയതും അവൾ അവനിൽ നിന്ന് മിഴികൾ പിൻവലിച്ചുകൊണ്ട് കുഞ്ഞിന് നേർക്ക് തിരിഞ്ഞ് കണ്ണുകൾ അടച്ച് ഉറക്കം നടിച്ച് കിടന്നു. ഇട്ടിരുന്ന ഷർട്ട് ദേഹത്തുനിന്ന് ഊരി മാറ്റിക്കൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടന്നു. ശേഷം ചെരിഞ്ഞെടുക്കുന്നവളുടെ നെറ്റിയുടെ വശം കൈകൾ വെച്ചുകൊണ്ട് അവളിലെ താപം അളന്നു. ചെറുതായി പനിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ പനിക്കാൻ മാത്രം എന്താണ് ഉണ്ടായതെന്ന് അവന് മനസ്സിലായില്ല. ഒരുപക്ഷെ ഇവിടുത്തെ കാലാവസ്ഥയായിരിക്കാം ഇപ്പോഴുള്ള ഈ പനിക്ക് കാരണമെന്ന് അവന് തോന്നി. താൻ വന്നിട്ടും തനിക്ക് മുഖം തരാതെ കിടക്കുന്നവളെ കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് കൂർത്തു. അവളെയും നോയിക്കൊണ്ട് അവൻ അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റ് തോർത്തുമെടുത്ത് കുളിമുറിയിലേക്ക് കയറി. അവൻ തനിക്കരികിൽ നിന്ന് പോയതും അവൾ തന്റെ കലങ്ങിയ കണ്ണുകളൊന്ന് തുറന്നു. അവൾക്കുള്ളം അവനോടുള്ള പരിഭവത്താൽ കനത്തു. അവന്റെ വാക്കുകൾ ഏൽപ്പിച്ച വേദന അവള് വീണ്ടും പൊതിയാൻ തുടങ്ങി. തൽഫലമായി കണ്ണുകളിൽ നിന്നും മിഴിനീർ കണങ്ങൾ സ്ഥാനം പിടിച്ചു. ചിന്തകളുടെ വേലിയേറ്റത്തിൽ അകപ്പെട്ടു പോയവളെ അതിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന മുറിയിൽ പരന്ന അന്ധകാരമാണ്. പെട്ടെന്നുള്ള ആ ഇരുട്ടിൽ അവളൊന്ന് പതറിക്കൊണ്ട് ചുറ്റും നോക്കിയ അതേ നിമിഷം തന്നെയാണ് അവളുടെ നാസിക ഉണർത്തിക്കൊണ്ട് ലൈഫ് ബോയ് സോപ്പിന്റെ ഗന്ധം അവളുടെ മൂക്കിലേക്ക് ഇരച്ചെത്തിയത്. ആ ഗന്ധത്തിനൊപ്പം തന്നെ തന്റെ ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞ ആ കൈകളറിവേ അതുവരെ ശാന്തമായി മിടിച്ചിരുന്ന ഹൃദയം അവളെ ഞെട്ടിച്ചുകൊണ്ട് അതിന്റെ മേളം ആരംഭിച്ചിരുന്നു. അടുത്ത് കിടക്കുന്നവന്റെ നഗ്നമാർന്ന നെഞ്ചിലെ തണുപ്പ് പനിച്ചൂടിനാൽ ഉരുകിയൊലിക്കാൻ തന്റെ ശരീരത്തിലേക്ക് പടരുന്നത് അവൾ അറിഞ്ഞു.
അവളുടെ ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന അവന്റെ കൈകളുടെ കരുത്ത് കൂടി വരുന്നതായി തോന്നിയതും അവൾക്കുള്ള നന്നായി തന്നെ കിടിയെടുത്തു. ഒന്ന് ശ്വാസം ആഞ്ഞെടുക്കാൻ കഴിയാതെ അടഞ്ഞ കണ്ണുകൾ മിഴിച്ചു തുറന്നുകൊണ്ട് ആ കിടപ്പോൾ അങ്ങനെ കിടന്നുപോയി. പനിച്ചൂടിനാൽ ഉരുകിപ്പൊള്ളുന്ന തന്റെ ശരീരത്തിൽ അവന്റെ തണുത്ത ശരീരം കുളിര് പടർത്തുന്നതറിയവേ ആ കുളിരിൽ അവളുടെ മനസ്സും ശരീരം ഒരുപോലെ വിറച്ചുപോയി. അതിനാക്കം കൂട്ടാനെന്നോണം അവളുടെ ഉടലിനെ പൊതിഞ്ഞ അവന്റെ കൈകളുടെ കരുത്ത് ഭയവും ആശ്വാസവും ഒരുപോലെ കലർന്ന ഒരു തളർച്ചയിലേക്ക് അവളെ ആഴ്ത്തി. അതൊരു ലളിതമായ സമാശ്വസിപ്പിക്കലായിരുന്നില്ല. അവന്റെ അമിതമായ കരുതലും ശരീരത്തിന്റെ അനിയന്ത്രിതമായ പ്രതികരണങ്ങളും ചേർന്ന ഒരു സങ്കീർണ നിമിഷമായിരുന്നത്. അവന്റെ ത്വക്കിലെ ആ തണുപ്പ് സ്വന്തം ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് പടരുന്നതായി അവൾ വിറയലോടെ തിരിച്ചറിഞ്ഞു. ശ്വാസം ആഞ്ഞെടുക്കാൻ കഴിയാതെ അവളുടെ നെഞ്ചിൽ കുറച്ചു നേരം നിശബ്ദത പടർന്നു നിന്നു. ചിന്തകളും സ്വപ്നങ്ങളും ശരീരത്തിന്റെ യാഥാർത്ഥ്യം ഒന്നുകൂടെ കുഴഞ്ഞു ചേരുമ്പോൾ അവളെ ആ കിടപ്പ് അവൾ പോലും അറിയാതെ കീഴ്പ്പെടുത്തി തുടങ്ങി. തനിക്ക് പുറകിൽ തന്നെ ഒട്ടിക്കിടക്കുന്നവന്റെ ശ്വാസച്ചൂട് പിൻകഴുത്തിൽ പതിയുന്നുണ്ട്. അതിന്റെ ലോലമാർന്ന അനുഭൂതിയിൽ അവളൊന്ന് പിടഞ്ഞതും ആ പിടച്ചിലിന് കൂട്ടുന്നോണം അവളുടെ നീളം കൈവിരലുകൾ കിടന്നിരുന്ന കിടക്കുവിരിൽ ചുളിവുകൾ സൃഷ്ടിച്ചു. ഇന്ദ്രൻ തന്റെ കൈക്കുള്ളിൽ ശ്വാസം അടക്കി പിടിച്ച് കിടക്കുന്നവളുടെ ശക്തിയിൽ മിടിക്കുന്ന ഹൃദയത്തെ അറിയുന്നുണ്ട്. എന്നിട്ടും കുതിച്ചുയരുന്ന അവളുടെ ഹൃദയത്തിനെ വരുതിയിലാക്കാൻ തക്കൊരു നീക്കവും അവന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അവൻ കുറച്ചുകൂടെ അവളെ തനിക്കരികിലേക്ക് ചേർത്തി കിടത്തിയതും അവളൊന്ന് നീങ്ങിക്കൊണ്ട് അറിയാതെ അവനെ വിളിച്ചുപോയി. ഇന്ദ്രേട്ടാ, അവളുടെ ശബ്ദമൊന്ന് വിറച്ചു. അവൻ അവളോട് യാതൊരുവിധ ഭാവവ്യത്യാസമില്ലാതെ ഒരു ചടപ്പോടെ ചോദിച്ചുകൊണ്ട് അവളെ കുറച്ചുകൂടി തനിക്കരികിലേക്ക് ചേർത്ത് പിടിച്ചു. ഇന്ദ്രേട്ടൻ എന്തായി കാണിക്കുന്നു? അവൾ അവനോട് വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ എന്ത് കാണിച്ചു എന്നാടി പോത്തെ? നീയെല്ലാം ഇവിടെ പനിച്ചോർച്ച് കിടന്ന് ഈ പനിയും വെച്ച് അവൾ കൊച്ചിനെ ഒട്ടിക്കിടക്കുന്നു. ഇങ്ങനെ അട്ടപറ്റി കിടന്നിട്ട് അതിനും കൂടി വല്ലതും വരുത്തി വെക്കണം നിനക്ക് അല്ലേടി? അവൻ അവളിലെ പിടി തെല്ലു വായിക്കാതെ അവളോട് ചോദിച്ചു. അവന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേൾക്കെ അവളുടെ മനസ്സൊരിക്കൽ കൂടി ഒന്ന് പിടഞ്ഞു. താൻ മനസ്സിൽ കൂടി ഓർക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് തന്നെ വേദനിപ്പിക്കുന്നതിനോട് അവൾക്ക് ദേഷ്യവും പരിഭവവും ഒരുപോലെ തോന്നി. തൽഫലമായി അവളുടെ കണ്ണുകൾ വീണ്ടും ഒരു പെരുമഴക്കാലത്തിനെ വരവേൽക്കാനെന്നോണം സജ്ജമായി. തന്നെ വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞ് മുറിവേൽപ്പിച്ചിട്ട് ഇപ്പൊ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നവനെ അവൾക്ക് തീരെ പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടി ഇപ്പൊ ഈ ഒട്ടികളെ കിടത്തും? കുഞ്ഞിന് പനി വരാതിരിക്കാനോ അതോ ഈ സിംഹത്തിന് സ്വയം പനി വരുത്തി വെക്കാനോ? ഇതിൽ കണ്ടാലും വഴക്ക് കേൾക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. കാരണം എന്നിലൂടെയാണല്ലോ ഇതിന്റെ ഉത്ഭവം. അവൾ ചൊടിയോടെ മനസ്സിലോർത്തുകൊണ്ട് തന്റെ ഇടുപ്പിനെ ചുറ്റിയിരിക്കുന്ന അവന്റെ കരുത്തുറ്റ കരങ്ങളെ തന്നിൽ നിന്ന് വേർപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ പിന്നെ വഴക്ക് പറയാൻ വേണ്ടി സിംഹം പനി വാങ്ങി വെക്കണ്ട. അവൾ ഉള്ളിൽ ഞൊടിഞ്ഞുകൊണ്ട് തന്റെ മേലുള്ള അവന്റെ പിടിയയക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്റെ കൈകളിൽ പറിക്കാതെ അനങ്ങാണ്ട് കിടക്കടി പുല്ലേ. അവനവളുടെ ചെവിക്കരികിൽ വന്ന് മുരണ്ടു. തന്റെ കാതിനെ ചുംബിച്ച അവന്റെ വീശരോമങ്ങളെ അറിയവേ അവൾക്കുള്ള മുന്ന് ശക്തിയിൽ ആഞ്ഞു മിടിച്ചു. അവളുടെ കാതുകളിലായ അവന്റെ ചൂട് ശ്വാസം ചിതറി തെറിച്ചുകൊണ്ടിരുന്നു. ആഞ്ഞു വീശുന്ന കാറ്റുപോലെയല്ല, എന്നാൽ ഹൃദയത്തിന്റെ തളിരിലകൾ എന്ന പോലെ അത് അവളെ വലംവിച്ചു. അവൻ അവളുടെ കാതിനേറെ അടുത്തായി മുഖമടുപ്പിച്ചപ്പോൾ അവന്റെ മീശയുടെ അറ്റങ്ങൾ അവളുടെ കാതിനൊപ്പം ആ പുറംകഴുത്തിനെയും അറിയാത്ത ഭാവത്തിലൊന്ന് തഴുകി. ആ സ്പർശമോ സംജാതമായ ഒരു തീപിടുത്തം പോലെ അവളുടെ ഉള്ളിൽ കത്തിപ്പടർന്നു. അത് മനസ്സിലാക്കിയെന്നപ്പോൾ അവന്റെ അത്തരങ്ങളിൽ അത്രയും മധുരമാർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരു കുസൃതി കുടുക്കയുടെ ഭാവമായിരുന്നു അവനിൽ അപ്പോൾ. വീണ്ടും വീണ്ടും കുറുമ്പ് കാട്ടി അവളെ കൂടുതൽ വിഷണ്ണയാക്കാൻ തോന്നുന്ന ഒരു കുറുമ്പൻ ചെക്കന്റെ ഭാവം. ഇന്ദ്രേട്ടാ, അവന്റെ ആ ഭാവം താങ്ങാനാവുന്നില്ലെന്ന പോലെ അവൾ അവനെ വിളിച്ചു. ഇനി നീ ഒച്ച വെച്ചാ ചന്ദനക്കാവിലെ അമ്മയാണ് സത്യം, നിന്നെ ഞാൻ പുറത്താക്കി വാതിലടക്കും. അവൻ അവളോട് ദേഷ്യം നടിച്ച് പറഞ്ഞുകൊണ്ട് അവളുടെ പിൻകഴുത്തിനരികിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു. അവന്റെ ആ നീക്കത്തിൽ അവൾ ആകെ ഒന്ന് കിടുകിടുത്തു. നീ ഒന്ന് വിടുവോ? അവൾ ഇനി തന്നെ കൊണ്ട് താങ്ങാനാവില്ലെന്ന പോലെ അത്രയും ദയനീയമായി അവനോട് ചോദിച്ചു. അവളുടെ ആ ചോദ്യം കേൾക്കെ അവന്റെ ചുണ്ടിൽ വീണ്ടും ഒരു കുസൃതി ചിരി മിന്നി വാങ്ങി. എന്നിട്ടെന്തിനാ കുഞ്ഞിനും കൂടി ഇത് കൊടുത്ത് നിന്റെ ബാക്കി തന്നെ കൊണ്ട് ചോമ്പിക്കാനല്ലോ നിനക്ക്? അങ്ങനെ ഇപ്പൊ നീ ഇത് മോൾ കൂടി പകർത്തണ്ട. അല്ലെങ്കിൽ ഒന്ന് തുമ്മിയാൽ അപ്പൊ പനി വരുന്ന പ്രകൃതാവട്ടെ. അതിന്റെ കൂടെ നിന്റെ ഈ പനി കൂടി അതിന് പകർന്നു കൊടുക്കാൻ പോയാലേ രണ്ടിനെ രണ്ട് കയ്യിലെടുത്ത് ഞാൻ ഓടേണ്ടി വരും. അവൻ അവളോട് വിട്ടുമാറാ പറഞ്ഞു. അവളുടെ ചുണ്ടുകൾ നന്നായി തന്നെ കൂർത്തു വന്നു. കുഞ്ഞിന് മാത്രമല്ല ഇന്ദ്രേട്ടനും വരും. അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ കൈ തന്നെ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കെങ്ങാനും അങ്ങനെ വന്ന പൊന്നു മോളെ നങ്ങിയില്ലേ, നിന്നെ ഞാൻ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന പോലെ പറപ്പിക്കും. അവൻ അവളോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തന്നിൽ നൽപ്പം നീങ്ങിപ്പോയവളെ തനിക്കരികിലേക്ക് വീണ്ടും വലിച്ചു കിടത്തി. എന്നാൽ അവന്റെ സംസാരവും പ്രവൃത്തിയും അവളെ നല്ലപോലെ കുഴപ്പിക്കുന്നവയായി മാറിയിരുന്നു. അവളുടെ കുഴഞ്ഞു മറിഞ്ഞ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ വിരുന്നെത്തിക്കൊണ്ടിരുന്നു. അവസാനം അവയെല്ലാം തന്നെ വരിഞ്ഞു മുറുക്കി കൊല്ലുമെന്ന് തോന്നിയതും അവൾ തന്റെ തലയൊന്ന് ഉടഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു. അവളുടെ ഇപ്പോഴുള്ള മനസ്സിനെ വാഴിച്ചെറിഞ്ഞെന്നപ്പോൾ അവനൊരു കള്ളച്ചിരിച്ചുകൊണ്ട് തന്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ കഴുത്തിൽ ചുംബിക്കുന്ന പോലെ തന്നെ ആംഗ്യം കാട്ടി. ഒരു ചുംബനം എന്ന ഘടകമില്ലാതെയാണ് ആ നിമിഷം കടന്നുപോയത്.
പക്ഷെ അതിന്റെ എല്ലാ ഊർജങ്ങളും അതിന്റെ അനൗപചാരികമായ അനുരാഗഭാവവും അവന്റെ ഓരോ പ്രവൃത്തിക്ക് പിന്നിൽ നിറഞ്ഞു നിന്നിരുന്നു. അവരുടെ ഉള്ളങ്ങൾ തമ്മിൽ ഒന്നിച്ച് ദൃഢമായി ചേർന്നുറച്ച ആ നിമിഷം ചുംബനങ്ങളിലും അപ്പുറം ദേഹങ്ങളെയല്ല മനസ്സുകളെയാണ് തുറന്നതും ചേർത്തതും. എടാ കുട്ടിശങ്കര, നിന്റെ യജമാനായ എനിക്കില്ലല്ലോടാ ഇത്രയും തലക്കനം. മേഘൻ തനിക്കുമ്പിൽ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കുട്ടിശങ്കന്റെ വായിലേക്ക് ഒരുള്ള ശർക്കര വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതവൻ വായിലേക്ക് അടുപ്പിക്കാൻ കാത്തെന്നോണം കുട്ടിശങ്കൻ അത് വായ്ക്കുള്ളിലാക്കിയിരുന്നു. പയ്യെത്തിന്നറ, ഇത് നിനക്കുള്ളത് തന്നെയാ, അല്ലാതെ ആയിരിക്കുന്നവൻ കൊണ്ടുവന്ന പേടിയൊന്നും വേണ്ട. അവൻ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തിണ്ടയിൽ നിന്ന് പയറുതുള്ളികൾ എന്ന രുദ്രനെ ചൂണ്ടി പറഞ്ഞു. എന്തേ ഇന്ന് രാവിലെ സർക്കീണ്ട് ഇറങ്ങുന്നില്ലേ എന്റെ പുന്നാര ഏട്ടൻ? അല്ലെങ്കിൽ സൂര്യൻ പെട്ടിയും തൂക്കി ഇറങ്ങിന് മുന്നേ കുളിയും ദേവരം കഴിഞ്ഞ് നിൽക്കാറുള്ളതാണല്ലോ. ഇന്നെന്തേ സൂര്യനായിട്ടുള്ള കോമ്പറ്റീഷന്റെ കാര്യം മറന്നുപോയോ? തൊലി കളഞ്ഞെടുത്ത പയർ അടുത്തുള്ള പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ നോക്കാൻ രുദ്രൻ ചോദിച്ചു. മേഘനൊന്ന് പല്ലിയടിച്ചു. ഓ, ഞാൻ മറന്നു, ഇന്ന് ഞായറാഴ്ചയാണല്ലോ അല്ലേ, അപ്പൊ ഏടത്തിയോടെ തന്നെ കാണും. അതുകൊണ്ട് കഷ്ടപ്പെട്ട് രായ്ക്ക് രാമാനെ കുളിച്ചിറങ്ങി കുട്ടപ്പനായ അവിടത്തോളം വരെ പോയി ആ ചെവിന്നേണ്ട കാര്യമില്ലല്ലോ അല്ലേ? രുദ്രൻ പാത്രത്തിൽ നിന്ന് തലയൊരു തനിക്കുമ്പിൽ നിൽക്കുന്നവനെ നോക്കി ചോദിച്ചു. തന്നെ ഇരിച്ചു കളയാൻ പാത്രത്തിൽ നോക്കി നിൽക്കുന്നവനെയാണ് കാണുന്നത്. എന്നാ പിന്നെ സമയങ്ങളെ വേഗം വിട്ടോ, ഇല്ലേ ചൊറിയൻ ചേരെ കാണാനായിട്ട് ഏടത്തി ഇങ്ങോട്ട് ചൊറിയാൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളായിട്ട് എന്തിനാ വെറുതെ ആ പാവത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ട് ഇവിടെ നിന്ന് എത്തി നോക്കി കോങ്ങണ്ട് വരുത്താതെ അങ്ങോട്ട് നേരിട്ട് ചെയ്യുന്ന തലങ്ങും വിലങ്ങ് അങ്ങ് ചൊറിഞ്ഞു കൊടുക്കേണ്ട ചേനെ, അല്ല സോറി ഏട്ടാ, എന്നിട്ട് കിട്ടാനുള്ള മാതുമായി ഇങ്ങ് പോരാ. അവന് താളത്തിൽ പറഞ്ഞു. നിന്റെ അച്ഛനാളെ തിണ്ടി ചൊറിയൻ ചേന. നിന്റെ അല്ല ഏട്ടാ, നമ്മുടെ. രുദ്ര അവനെ തിരുത്തിക്കൊണ്ട് കാര്യബാധിൽ പറഞ്ഞു. അങ്ങേരുടെ ഒരു കാര്യം, ജീവിച്ചിരുന്നപ്പോഴും തന്തക്കുളി കേൾക്കണം, മരിച്ചപ്പോഴും കേൾക്കണം. പാവം, എന്നാ ചെയ്യാനാ? അസുരന്മാരൊക്കെ മക്കളായി ജനിച്ച എല്ലാ നന്നമാട്ടിയ അവസ്ഥ ഇതൊക്കെ തന്നെയാ. രുദ്രൻ കാര്യഭാഗത്തിൽ പറഞ്ഞു. മേഘൻ ഉടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി അവനടുത്തേക്ക് പാഞ്ഞു. അവന്റെ ആ വരവിൽ അപകടം മണത്തവൻ പയറുപാത്രം അവിടെ തിണ്ണയിലേക്ക് വെച്ച് അരമതിൽ വഴി മുറ്റത്തേക്ക് ചാടിയിറങ്ങി ഓടിയിരുന്നു. മര്യാദക്ക് നിന്നാൽ ഇടിയുടെ എണ്ണം കുറയും. ഇല്ലാച്ചാ എന്റെ കാലി തീരുന്നത് വരെ മോന്നിത് കൊള്ളും. മേഘൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവന് പുറകെ ഓടിയതും ചന്ദ്രമംഗലത്തിന്റെ പടിപ്പുര കടന്ന ഒരു കറുത്ത അംബാസിഡർ കാർ ആ മുറ്റത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ആ കാർ കണ്ടതും ഓടിയവനും ഓടിച്ചിട്ടവനും പിടിച്ചെട്ടിയ പോലെ നിന്നു. നീയാണോടാ തെണ്ടി ഇതിനെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തതിന്റെ പിന്നില്? മേഘൻ മുറ്റത്തുകൊണ്ട് നിർത്തി ആ കാറിലേക്ക് തന്നെ നോട്ടം ചെയ്തുകൊണ്ട് തനിക്ക് തൊട്ടുമുമ്പിൽ നിൽക്കുന്ന രുദ്രനിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്ന് പള്ളിയടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കൊന്ന് തലക്ക് നെല്ലിക്കതളം വെച്ചിരിക്കുന്നോ പണിയായിരുന്നു വാങ്ങാൻ? രുദ്ര അതേ നാളത്തിൽ അവന് മറുപടി നൽകി. എന്റെ ബലമായ സംശയം ഇതാ തെണ്ടി രാഹുലൊപ്പിച്ച പണിയാണെന്നാ. രുദ്ര മുന്നിലെ കാറിൽ നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റാതെ തനിക്ക് തൊട്ടുപുറകിൽ നിൽക്കുന്നവനോടായി പറഞ്ഞു. കാറിന്റെ ഡോർ തുറന്ന് ഒരു രാജാവിന്റെ പ്രൗഢിയോടെ അയാൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരു സ്വർണ്ണ നിറത്തിലെ ജുബയും കസവിന്റെ മുണ്ടുമാണ് അയാളുടെ വേഷം. വലത്തേ കയ്യിൽ ഒരു നീളൻ ഊന്നുവടി വെറുതെ അലങ്കാരത്തിനെന്നവൾ കുത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ വട്ടമുഖത്ത് പകുതിയും നരബാധിച്ചു തുടങ്ങിയ കൊമ്പൻ മീശ പിരിച്ചു വെച്ച് അയാൾ ആ മനയാകെ ഒന്ന് കണ്ണോടിച്ചു. എന്നാൽ ആ കണ്ണുകൾ തനിക്ക് തൊട്ടുമുമ്പിൽ നിൽക്കുന്നവരെ കാണെ അത്രയും മനോഹരമായൊന്ന് വിടർന്നു. ഉണ്ണി കണ്ണാ, നിറച്ചിരിയോടെ നീട്ടിയൊരു വിളി വിളിച്ച് അയാൾ അവിടെ നിന്നവരുടെ അടുത്തേക്ക് ചൂടുവെച്ചു. ആ അപായമണി മുഴങ്ങി. അയാളുടെ ആ നീട്ടിയുള്ള വിളിയും വിടർന്ന മുഖമെല്ലാം കണ്ടതും മേഘനടുത്തുന്ന രുദ്രൻ അവനോടായി ഒരു താളത്തിൽ പറഞ്ഞു. ഉണ്ണി കണ്ണാ, മുത്തശ്ശൻ വന്നടാ പിള്ളേരെ. അയാൾ കയ്യിൽ ഊന്നുവടിയോണ്ട് കാറിന്റെ ഡോറടച്ച് മുന്നിൽ നിൽക്കുന്ന തന്റെ കൊച്ചുമകൾക്ക് നേരെ അത്രയും സന്തോഷത്തോടെ നടന്നെടുത്തു. എത്ര നാളായടാ പിള്ളേരെ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട്. രണ്ടുപേരെ ഒരുപോലെ രണ്ട് കൈ കൊണ്ട് ഒരേ സമയം ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ അവരോട് നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. അവരാണെങ്കിൽ വാരാണസിയിലേക്ക് വിട്ട മിസൈൽ പാലക്കാട് വന്ന് പതിച്ചല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. ഇപ്പോഴാളാ പിള്ളേരെ ഈ മുത്തശ്ശനൊന്ന് സമാധാനായത്. നിങ്ങൾക്ക് സുഖം തന്നെയല്ലേടാ? അയാൾ അവർ രണ്ടുപേരെയും വിട്ടുമാറാ ചേർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. ഞങ്ങളുടെ സമാധാനം പോയതും. രുദ്രയാടെ ഉടും പിടിച്ചിരിക്കുന്ന പോലെ പിടുത്തത്തിന് ഞെങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ദയനീയതയോടെ പിറുവിറുത്തു. കഴിഞ്ഞ ആഴ്ച മണപ്പാട് തിരുമേനിന്നെ വിളിച്ചിരുന്നേ, ഉണ്ണിയുടെ കാര്യത്തിൽ അദ്ദേഹം ചിലത് കാണുണ്ടായിത്രേ. അതേ അവർ വിട്ടുമാറിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. അങ്ങേരിനി ഇവിടെ നമ്മളറിയാമല്ലോ ക്യാമറയും വെച്ചിട്ട് പോയോ? മേഘൻ ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് പിറുവിറുത്തു. അല്ല, ഇതിന് മാത്രം എന്തോ തേങ്ങയോടെ കാണാനുള്ളു. പെൻഷൻ പറ്റാറായിട്ടും കെട്ടാച്ചരക്കായി നിൽക്കുന്ന ഒരു ഏട്ടനും ആ ഏട്ടന് കണ്ണിട്ടായിരിക്കാം മത്തന് കുറിയോട്ടെടുത്ത പോലെ ഒരു അനിയനും. രുദ്രൻ പുച്ഛത്തോടെ ഞൊടിഞ്ഞു. എന്താ മുത്തശ്ശ ഇതിന് മാത്രം ആ മണ്ണ് പാട്ട കണ്ടത്? രുദ്രൻ കാര്യഭാഗത്തിൽ എന്നാൽ കളിയാക്കിക്കൊണ്ടതുപോലെ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു. വേണ്ട വേണ്ട, നീ ഈ നിൽക്കുന്ന നിന്റെ ഏട്ടന്റെ മേലെ കുതിര കയറണ പോലെ എന്റെ നേരെ വരല്ലേ കൊച്ചുമോനെ. ദേ ഈ വിരലുകളൊന്ന് തിരിച്ച് നിന്റെ ആ മർമ്മം നോക്കിയൊന്ന് കയറ്റി തരും ഞാൻ. അതേ നടുവിലും ചൂണ്ടുവിലും തമ്മിൽ പിണച്ചുകൊണ്ട് അവന്റെ വയറിന് നേരെ കുത്താൻ പോകുന്ന പോലെ പറഞ്ഞതും അവൻ വയറിൽ കൈവച്ചുകൊണ്ടൊന്ന് പുറകോട്ട് പോയിരുന്നു. വായി തുറക്കണേ വിഡിത്തം വിളമ്പാനാ ചുംബൻ. അതേ അവനെ കൂർപ്പിച്ച് പോയിക്കൊണ്ട് മേഘന നേർക്ക് തിരിഞ്ഞു.
എന്റെ ഉണ്ണി ആകെ മെലിഞ്ഞു കോലം കെട്ടു. അദ്ദേഹം അവന്റെ ഉറച്ച പുഷ്ടിപ്പെട്ട ശരീരത്തിലേക്ക് നോയിക്കൊണ്ട് ആ തലയിലൂടെ വാത്സല്യത്തോടെ വിരലോടിച്ച് പറഞ്ഞു. ആ അത് തീറ്റ കൂടിയിട്ടാ. അത് കണ്ടെന്ന രുദ്ര അവരെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു. അത് കേട്ടത് അവർ രണ്ടുപേരും ഒരുപോലെ അവരെ നോക്കി പല്ലടിച്ചു. എന്നെ നോക്കണ്ട, ഞാൻ ഉള്ളതാ പറഞ്ഞു. മുത്തച്ഛന്റെ കൊച്ചുമോനെ ഇപ്പൊ തീറ്റയും കൂടിയൊക്കെ നിർത്തിയപ്പോ മനുഷ്യന്മാരുടെ ചോര പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാ ഇത്ര ക്ഷീണം. സംശയമുണ്ട് ഇതോ ആ 10,000 ഒന്ന് പോയി നോക്കിയേ മതി. അതാ ഇപ്പൊ ഇവിടുത്തെ ബ്ലഡ് ബാങ്ക്. ദിവസേന 3 നേരം അതാ കണക്ക്. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് അത് 24 മണിക്കൂറാക്കി വെട്ടിയുറച്ചിട്ടുണ്ട് ഏട്ടൻ. അല്ലേ ഏട്ടാ? രുദ്രൻ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നവനെ നോക്കി നിഷ്കളങ്കമായി ചോദിച്ചു. ഇവന്റെ നാക്ക് മാത്രമാണല്ലോടാ ഉണ്ണി വളരുന്നത്. ശരീരം എപ്പോഴും വാഴം വണ്ടി കണക്കിരിക്കുകയാണല്ലോ. അതേ രുദ്രനൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് മേഘനൊന്ന് ചുണ്ടുവിളിക്ക് ചോദിച്ചു. വാഴമിണ്ടി തന്റെ അവൻ പറയാമെന്ന് പാതിൽ വെച്ച് വിഴുങ്ങിക്കൊണ്ട് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി പല്ലടിച്ചു. അയാൾ അതിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മേഘനെ നോക്കി തുടർന്നു. ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താച്ചാ, അദ്ദേഹം പ്രശ്നം വെച്ചപ്പോ ചിലത് കാണണ്ടായിത്രേ. നിനക്കിപ്പോ ദശാസന്ധ്യയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ പേടിക്കാനൊന്നും ഇല്ലാന്നും പറഞ്ഞു അദ്ദേഹം. ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സമയമായിത്രേ. അതിനുള്ള ആരംഭം കാണിക്കണമെന്ന് അദ്ദേഹം പറയണത്. സംഭവം എന്താച്ചാ, ഇതുകൊണ്ട് നിനക്ക് ദോഷമൊന്നുമില്ല, എന്നാലും ഒന്ന് കരുതിരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. പിന്നെ നിന്റെ വേളി അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കും നിന്നോട് ആണയിട്ട് പറഞ്ഞു അദ്ദേഹം. അത് കേട്ടപ്പോഴാ എനിക്കൊന്ന് സമാധാനായി. അതിപ്പോ ഗണപതി കല്യാണം പോലെ എങ്ങും എത്താതെ ഈ നിൽക്കുന്ന വാഴമ്പിടിയെ കൂട്ട് നീണ്ടു നീണ്ടു പോവാൻ തുടങ്ങിയിട്ട് കാലം എത്രയായിന്നാ. അയാൾ അടുത്തുനിന്ന് രുദ്രനെ ചൂണ്ടി മേഘ നോക്കി പറഞ്ഞു. ഇങ്ങേരെ ഇന്ന് ഞാൻ ആ നാക്ക് മടക്കി കടിച്ചുകൊണ്ട് അയാളെ ചെറിഞ്ഞു നോക്കിയതും അയാളൊന്ന് പതിരിക്കൊണ്ട് വീണ്ടും മേഘ നേർക്ക് തിരിഞ്ഞു. ഇതിപ്പോ അദ്ദേഹം സൂചന തരിക മാത്രമല്ല ഉണ്ടായത്. പിന്നെ രുദ്രൻ വലിയ താല്പര്യം അയാളെ നോക്കി ചോദിച്ചു. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എടോ ചന്ദ്രഹാസ, കൊച്ചുമോന്റെ മംഗലം കാണാച്ചാ വേഗം പെട്ടി നോക്കി പുറപ്പെട്ടോ. വരും ദിവസങ്ങളിൽ അത് എപ്പോ വേണേലും നടക്കാനുള്ള സാധ്യത നാം കാണുന്നുണ്ട്. അദ്ദേഹം അയാൾ അനുകരിച്ചെന്നോണം പറഞ്ഞു നിർത്തി. അദ്ദേഹം അത്ര ഉറപ്പോടെ പറഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെയാ സമാധാനത്തിൽ വാരണാസിക്ക് പോണത്? അതാ നിന്റെ അമ്മാവും കൊശവനോട് പോലും പറയാതെ രാത്രിക്ക് രാത്രി ഇങ്ങോട്ട് പെട്ടിയെടുത്ത് പുറപ്പെട്ട്. അയാൾ അവരെ നോക്കി പ്രസന്നമായ മുഖത്തോടെ പറഞ്ഞു. അവിടെ ഇപ്പോഴും കാര്യമായ ഭാവ്യത്യാസം തന്നെ കാണാനുണ്ടായിരുന്നില്ല. ഏട്ടന് ഇന്നലെ രാത്രി കെട്ടാണ്ടിരുന്ന എന്തായാലും കാര്യമായി. ഇല്ലാച്ച മുത്തശ്ശനും സീനും മിസ്സായനെ. ഇതെല്ലാം കേട്ടുന്ന രുദ്രൻ മേഘനെ നോക്കി കാര്യഭാഗത്തിൽ പറഞ്ഞു. അത് കണ്ടതും ചന്ദ്രഹാസ് അവനെ പല്ലിയടിച്ച് നോക്കി. ശേഷം മേഘനെ നോക്കി തുടർന്നു. പിന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധ വേണമെന്ന് അദ്ദേഹം പ്രത്യേകം പറയണ്ടായി. പ്രത്യേകിച്ച് ദൈവകാര്യത്തില്. നിന്നോട് ദുർഗാദേവിയെ മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു അദ്ദേഹം. ദേവി കനിഞ്ഞാൽ മാത്രമേ വിവാഹം നടക്കൂത്രേ. ആ പറഞ്ഞുള്ളതാ. ദുർഗാദേവി കനിഞ്ഞാലെന്തെങ്കിലുമൊക്കെ നടക്കൂ. ആ മൺപാട്ടെത്തുന്നാളും പറഞ്ഞാൽ ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ. പിന്നെ അവിടെ ഏട്ടം മുറുക്കെ പിടിക്കാൻ മാത്രമല്ല, ദേവിയെ ക്ഷേത്രത്തിൽ നിന്ന് പൊക്കിയെടുത്തിവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് കൂടി ഉണ്ടല്ലോ. അതും പോരായിട്ട് പൂജയും വഴിപാടും പോലെ 4 നേരം നല്ലപോലെ ചൊറിയുന്നുണ്ട്. അതാ മംഗളകാര്യം നടക്കാൻ ഇത്ര താമസിക്കുന്നത്. ആ ചൊറിച്ചനങ്ങ് നിർത്തിയിരുന്നെങ്കിൽ ആ കെട്ട് പണ്ടേക്കും പണ്ട് നടന്നേനെ. രുദ്രൻ മേഘന നോക്കി പുച്ഛത്തോടെ പറയലും ചന്ദ്രഹാസന് ഒന്നും മനസ്സിലാവാത്ത പോലെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഈ കിഴങ്ങിനിത് എന്താടാ മോനെ പറയുന്നത്? അയാൾ രുദ്രനെ നോക്കി പേടിപ്പിക്കുന്ന മേഘനോട് ചോദിച്ചു. 10,000 വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അയാൾ അവിടേക്ക് നോക്കിയത് ഒരുപോലെയായിരുന്നു. ഒരു ചുവന്ന കരയുള്ള മുണ്ടും നേരിയതുമെടുത്ത് തലയിൽ ചുറ്റി കെട്ടി വെച്ചിരുന്ന് തോർത്തഴിച്ച് തന്റെ ഈറമുടി തോർത്തിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ടതും ചന്ദ്രഹാസന്റെ കണ്ണൊന്ന് വിടർന്നു. ഏതാടാ ഇസ്തിരിപ്പെട്ടി ആ കുട്ടി? ചന്ദ്രഹാസൻ അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ തനിക്കടുത്ത് നിൽക്കുന്ന രുദ്രനോട് ചോദിച്ചു. ഇതാണ് മുത്തശ്ശ, നിങ്ങൾ ആ മൺപാട്ട. ഏട്ടനോട് മുറുകെ പിടിച്ചോളാൻ പറഞ്ഞ ഏട്ടന്റെ ദുർഗാദേവി. അവൻ പറഞ്ഞ അയാൾ ആശ്ചര്യത്തിൽ അവരെ നോക്കി. ശേഷം മേഘന് നേർക്ക് ആ കണ്ണുകൾ പോയതും അവള് തന്നെ ഇമശിമാ മറന്ന് നോക്കി നിൽക്കുന്ന എന്റെ കൊച്ചുമോനെയാണ് കാണുന്നത്. അത് കണ്ടതും അയാളൊന്ന് ചിരിച്ചു. എടാ കൊച്ചുമോനെ, നമ്മൾ തമ്പുരാക്കന്മാരിങ്ങനെ പരസ്യമായിട്ട് സ്വയം മറന്ന ഒരു പെൺകുട്ടിയെ നോക്കാൻ പറ്റില്ലടാ. അയാൾ അവളിൽ നിന്നാണ് വീടെ കണ്ണുകൾ പറിച്ചു മാറ്റാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നവനോട് ഒരു താളത്തിൽ പറഞ്ഞു. എന്നാ അവനെ മുത്തശ്ശി എനിക്കുള്ള കെട്ടിച്ച. അപ്പൊ ഞാൻ പരസ്യമായി നോക്കാതെ രഹസ്യമായി നോക്കിക്കോളാം. അവൻ അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ അയാളോട് പറഞ്ഞു. അയാൾ അവനെ ചിരിയൊതുക്കൊണ്ട് നോക്കി. എന്തായാലും കുട്ടി കൊള്ളാം. ബേഷ് ഭരേ ബേഷ്. നല്ല ഐശ്വര്യമുള്ള മുഖം. ചന്ദ്രമംഗലത്തെ ഇളമുറ തമ്പുരാന്റെ വാമഭാഗം അലങ്കരിക്കാൻ കണ്ടിടത്തോളം കേട്ടിടത്തോളം ഇവൾ ഒരുവള് തന്നെയാ എന്തുകൊണ്ടും കേമി. അയാൾ അവളെ നോക്കി ധാർഷ്ട്യത്തോടെ പറയലും അവൾ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിയുന്ന ഒരുപോലെയാണ്. തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരെ കണ്ടതും അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.